ദീമോളെ കൂട്ടിയില്ല വന്ദനെ. ഒരു പക്ഷേ വിധി നമുക്കെതിരാവുമെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഈ വിധിയിൽ തളർന്നു പോകുന്നത് ആനന്ദവല്ലി അപ്പച്ചിയും അച്ഛനുമായിരിക്കും. നമ്മളെ തമ്മിൽ എന്നേക്കുമായിട്ട് പിരിക്കണമെന്ന് അച്ഛനും അപ്പച്ചിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം എന്നെ ഒരു കോടീശ്വരന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനയായിരുന്നു ഇത്. നമ്മുടെ സ്നേഹം സത്യമാണ് ജഗ. ഏതൊക്കെ ശക്തികള് എങ്ങനെയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും നമ്മളെ തമ്മിൽ വേർപിരിക്കാനാവില്ല. അതേ വന്ദനെ, ഈ സൗഭാഗ്യത്തെ കൈവിടാൻ ജഗൻ ഒരിക്കലും തയ്യാറല്ല. മതി, ഇനി ഈ കണ്ണുനീര് വേണ്ട. നിന്റെ ഈ കണ്ണുനീര് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് മുമ്പില് ചിരിച്ചു നിൽക്കണം കേട്ടോ. വാ പോവാം. വന്നല്ലോ. ഓരോന്ന് ചെകഞ്ഞിളക്കി ചോദിക്കാനാ അയൽക്കാർ വരുന്നത്. എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനെങ്ങനെ പുറത്തിറങ്ങിന്നായിരിക്കും അവർക്കറിയാനുള്ളത്. നമുക്കകത്തേക്ക് കയറിപ്പോവാൻ ചക. അയൽക്കാരല്ലേ, അവരെ കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ പോകുന്നത് മര്യാദയല്ലല്ലോ. ആഹാ, വന്ദന ജയിലിൽ നിന്നെത്തിയോ? അടുത്ത കാലത്തൊന്നും പുറം ലോകം കാണില്ലെന്ന ഓരോരുത്തരും അവിടെ ഇവിടെ നിന്ന് പാത്തും പതുങ്ങി പറഞ്ഞത്. അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഊണും ഉറക്കവും ഇല്ലാതായിപ്പോയി. വന്ദനയെ ജീവപര്യന്തം ശിക്ഷിച്ച് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെന്ന് വരെ കേട്ടതാ. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനൊന്നും സംഭവിച്ചില്ല. ജാമ്യം കിട്ടി. അത് നന്നായി. കുത്തഴിഞ്ഞ കുടുംബത്തിലെ പെണ്ണിനെ പോലെ ജയിലിലൊക്കെ പോയി കിടക്കാന്നൊക്കെ പറഞ്ഞാ അത് സഹിക്കാൻ പറ്റൂ? അയൽക്കാരായ ഞങ്ങൾക്കും ഇല്ലേ അതിന്റെ നാണക്കേട്? അതുപോട്ടെ, എങ്ങനെയാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്? ചേച്ചി ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. വേറൊരു തെറ്റിദ്ധാരണയുടെ പേരിലാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. പോലീസുകാർക്കും കോടതിക്കും കാര്യത്തിന്റെ വാസ്തവസ്ഥിതി ബോധ്യപ്പെട്ടപ്പോ അവരെന്നെ പുറത്തുവിട്ടു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഇനി ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ല അല്ലേ? ഇല്ല ചേച്ചി. ആ, കുറുപ്പ് സാറിനെ പോലെ ഒരു അമ്മായിയപ്പനും ജഗനെ പോലെ ഒരു ഭർത്താവും ഉള്ള സ്ഥിതിക്ക് ഏത് കേസിന്നും പുഷ്പം പോലെ ഊരി പോരാമല്ലോ. അല്ല, അടിയൊടിയൊക്കെ കുറെ വാങ്ങിക്കൂട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. മുഖത്തൊക്കെ നീര് വന്നതുപോലുണ്ട് കേട്ടോ. അങ്ങനൊന്നുമില്ല, അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. അഥവാ തോന്നലല്ലെങ്കിലും നിങ്ങൾക്കത് പ്രശ്നമാവാൻ വഴിയില്ലല്ലോ. ഭാര്യയും ഭർത്താവും മാറി മാറി ലോക്കപ്പിലും ജയിലിലും ഒക്കെ ആണല്ലോ പലപ്പോഴും. മാനത്തെ കൊട്ടാരം